കിളികളുടെ ആ മധുരമായ ശബ്ദം കേൾക്കുന്നു. എനിക്ക് കാത് വേദനിക്കുന്ന സത്യം. ഇന്നലെയാണോ മിനിയാവുന്നതാണോന്നറിയില്ല. ആൻറ്റി പറയാനാണ്. അപ്പോൾ എന്നോട് അടുത്ത് എപ്പോഴും ചോദിക്കും, നീ അവർ പാലക്കാടുകാരാണ്, അതായത് അവരുടെ അച്ഛനമ്മ അപ്പൂപ്പനൊക്കെ ആയിട്ട് പാലക്കാട്, അങ്കിള് കണ്ണൂർ. അപ്പോൾ എൻ്റെ അടുത്ത് സ്ഥലം ചോദിക്കും, നീ എവിടെയായിരുന്നു? അപ്പോൾ ഞാൻ എറണാകുളം എന്ന് പറയും. നിങ്ങൾ എറണാകുളംകാർ ഭയങ്കര ഭയങ്കര എന്താണ് പൊലിപ്പിക്കലാണെന്ന് പറയുന്നത് കേട്ടോ. അതായത് മുട്ടുകാലിൽ നിന്ന് കാക്ക പറന്നു എന്ന് പറയുന്ന ആൾക്കാരാണ്. കാക്ക ചിലപ്പോൾ അരികത്തൂടി പറന്നു പോയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങളൊരു കാക്ക ഞങ്ങൾ മുട്ടുകാലിൽ നിന്നാണ് പറന്നു പോയി എന്ന് പറയുന്ന ആൾക്കാരാണ്. അതെന്താ സംഭവം എന്നറിയാമോ? ചെമ്പരത്തി ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് ചെടികളൊന്നും വലിയ മെച്ചമൊന്നുമില്ലാന്ന്. എനിക്ക് സത്യമായിട്ട് എനിക്ക് ചെടിയൊന്നും നോക്കാനൊന്നും അറിയാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞാലേ കൊച്ചുങ്ങൾ എൻ്റെ കയ്യിലോട്ട് തന്നാൽ നല്ല സൂപ്പറായിട്ട് ഞാൻ നോക്കിത്തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നോക്കണം. അയ്യോ ഇഷ്ടം കടിച്ച് പുറച്ച് പിച്ചി മോന്തി അയ്യോ കടിക്കൊക്കെ ചെയ്തിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുങ്ങളാണ്. പക്ഷേ ചെടി നോക്കണേസില്ലേ. ഒരു ദിവസം അമ്മായച്ചൻ ഈ കഥ പറഞ്ഞിട്ട് ആ കഥ പറയാം. അമ്മായച്ചൻ അല്ല, ഞാൻ ഖത്തറിന്ന് പറയുമ്പോൾ വീട്ടിൽ നല്ല റോസ, നല്ല പൂക്കളുണ്ടാവണം, നല്ല റോസ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇടണം നല്ലതാണെന്ന് കേട്ടിട്ട് ഞാൻ ഈ ചെടി മാന്തി പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ മൊത്തം അതിനകത്ത് കൊണ്ടിട്ട് ചെടി ചീഞ്ഞു പോയിട്ടാ ഗൈസ്. അപ്പോൾ എൻ്റെ മോളെൻ്റെ അടുത്ത് പറഞ്ഞേ, മമ്മി ആ റോസ മമ്മി ചീച്ചറിഞ്ഞല്ലേ, അച്ഛമ്മയും ചാച്ചനും കൂടി ഇരുന്ന് പറയണുണ്ടായിരുന്നിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇവരുടെ നല്ല ചെടിയൊക്കെ കരിഞ്ഞും ഉണങ്ങിയും ഇതൊക്കെ ഇട്ടിരിക്കണേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ പറയണേ, ചെടി ചെമ്പരത്തി നന്നായിട്ട് പിടിച്ച്, നന്നായിട്ടല്ല അത്യാവശ്യം അതിൻ്റെ ഒരു ക്ഷീണം മാറി, അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആൻറ്റി ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട് ചെമ്പരത്തി എന്ന് ചോദിച്ചു. ഞാൻ പറയും, ചെമ്പരത്തി അടിപൊളിയായിട്ടുണ്ടെന്നാണ്. ആൻറ്റി എന്നെ നോക്കിയിട്ടെന്നെ, നിങ്ങൾ ഈ എറണാകുളംകാരില്ലേ ഇങ്ങനെ പൊലിപ്പിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, നന്നായി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ, അതിന് അടിപൊളിയായിട്ടുണ്ടെന്നാണ്. അത് ശീലയിപ്പോയി ആൻറ്റി. പക്ഷെ അമ്മൂമ്മയുടെ കേസ് സത്യമായിട്ടാണ് പറഞ്ഞു. അമ്മൂമ്മയുടെ കേസ് സത്യമാണ് പറഞ്ഞാൽ സത്യമാണ്. ഏപ്രിൽ 2-ാം തീയതി അമ്മൂമ്മ തട്ടിപ്പോയി. പക്ഷേ അപ്പോൾ നിങ്ങൾ ഭയങ്കര പൊലിപ്പിക്കലാണെന്ന്. അപ്പോൾ എന്താ പറയണ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ എന്തോ സംഭവം ഉണ്ടായിരുന്നു, എന്തോ ഞാൻ മറന്നു. അപ്പോൾ അങ്കിൾ പറഞ്ഞേ, നിങ്ങൾ ഈ എറണാകുളംകാർ ഭയങ്കര ഡ്രാമയാണല്ലേ ഇയാൾ, ഇങ്ങനെ പോയി ഇന്നെങ്ങാനും. താങ്ക് യു. അപ്പോൾ ഭയങ്കര ഡ്രാമയാണല്ലേ എന്ന് പറഞ്ഞു. ഡ്രാമയ്ക്കും കോമഡിക്കും കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരാണ് എറണാകുളംകാർ. ഞങ്ങൾ എറണാകുളംകാർ നല്ല ആൾക്കാരാട്ടോ, അങ്ങനെ ഡ്രാമയൊന്നും പറയാറൊന്നുമില്ല. ഞങ്ങൾ എറണാകുളംകാർ എങ്ങനെയാണെന്നറിയാമോ, മറ്റുള്ളവരെയൊന്നും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് ഡ്രാമയൊക്കെ ചേർത്ത് കുറച്ച് എന്താ പറയുക പൊലിപ്പിച്ചൊക്കെ കളിക്കും. അതാണ് ഞങ്ങൾ എറണാകുളംകാർ കേട്ടോ. അല്ലാതെ ഞങ്ങളിങ്ങനെ കുശുമ്പും മനസ്സിൽ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരൊന്നല്ലല്ലോ. അതാണ് സംഭവം. ഇനിയിപ്പോൾ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാലേ, ഞങ്ങൾ ഒരു മിനിറ്റ് വേഗം ക്രോസ് ചെയ്യട്ടെ. ഞങ്ങളെന്ന് പറയുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്. ഞാനെപ്പോഴും ഞങ്ങളെന്നേ പറയാറുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സോളും, അതാണ് ഞങ്ങൾ. അത് പിന്നെ പറയാം. അപ്പോൾ കാറെന്നെ തോണ്ടിയിട്ടിട്ട് പോകും. ഓക്കെ, നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ പനഡോൾ മേടിക്കാൻ പോകണം. എൻ്റെ ഫാദർ ഇല്ലോനെ പോലെയാണ് ഇവിടുത്തെ ആൻറ്റി. എന്തൊരു ഒച്ച, ഭയങ്കര ഒച്ച. അയ്യോ നാട്ടിൽ ഫാദർ ഇല്ലോ കഴിക്കുന്നത് ട്രൈമോഡ്, തലവേദന കാലുവേദന. ആൻറ്റി ഇവിടെ കഴിക്കുന്നത് പനഡോൾ. അപ്പോൾ പനഡോൾ തീർന്നപ്പോൾ പനഡോൾ വാങ്ങിക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ നിങ്ങളെയൊക്കെ എനിക്ക് മിസ് ചെയ്ത് ഒരുപാട്. ഞാൻ വീഡിയോ ഇട്ടാലേ നിങ്ങൾ ഈ ആഴ്ചയിൽ വീഡിയോ ഇടുന്നവരൊക്കെ വന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. നിങ്ങൾ ഇനി അവസാനം കണ്ടാലും വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ പിന്നെ കുറച്ച് എന്താ പറയണ, അതൊന്നും പറയണ്ട. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളില്ല. അപ്പോൾ ഇതാണ് പനഡോൾ മേടിക്കാൻ പോണം. പിന്നെന്താ, ഇപ്പോൾ ഞാനാകെ ടയേർഡായിരുന്നേ. എന്താ സംഭവം എന്ന് വെച്ചാൽ അയ്യോ മെഡിക്കൽ ഷോപ്പ് അടച്ചെന്ന് തോന്നുന്നു. 8 മണിയായ 7:45 ആയിട്ടുള്ളല്ലോ.
ഒരു മിനിറ്റ്, ഞാനിപ്പോൾ 12 വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇല്ലേ 1:45 അയ്യോ, ഇത് ക്യാമറ ഇട്ട് കയറാൻ പോകുന്നാവും. ഒരു മിനിറ്റ്. 12 വാങ്ങിച്ച് നമ്മളങ്ങനെ. പിന്നെ റെസിപ്റ്റ് വാങ്ങിക്കണം. റെസിപ്റ്റ് വാങ്ങിക്കട്ടെ. താങ്ക് യു. 12 വാങ്ങിച്ച് കൊക്കക്കോള വാങ്ങിക്കണം. ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് പറയട്ടെ, എന്താ പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷെ അതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിക്ക് തോന്നണ വായിക്ക് തോന്നണ കോതൊക്കെ പാട്ടുന്നാലൊക്കെ പറഞ്ഞ അവസാനം എൻ്റെ കുഴിയിൽ ഞാൻ തന്നെ കുഴിക്കണ്ട. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. നമ്മുടെ ചില അയ്യോ നോക്ക്, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഇവളെന്താ വഴി കൂടി വച്ചെടുത്തിട്ടുണ്ടാകും, ഭ്രാന്തായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സാരില്ല. നമ്മൾ ഈ സോള് പ്യൂരിഫൈ ചെയ്യുന്ന ആൾക്കാർ ഭ്രാന്തന്മാരായിട്ട് മാറണം. എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. എന്തോ മെൻ്റലി പ്രശ്നമുണ്ട്. അതിനോട് യൂണിവേഴ്സ് വഴക്കാം. എന്താണെന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണമെന്ന് പറഞ്ഞേക്കണം. പക്ഷേ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിലുണ്ടാവുന്ന ഓരോ മുറിവുകൾ, മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഴത്തിൽ കിടക്കുന്ന മുറിവുകളില്ല, അതൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് തികട്ടി വരും. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് വഴക്കാം. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. ഭയങ്കര ഒച്ച കേട്ടോ. ഇതൊക്കെ കൊണ്ട് തന്നെ സൗണ്ട് പോകും. എന്തായാലും നടക്കാം. വലിയ വണ്ടിയൊന്നും വരുന്നില്ല. നമ്മളല്ല, ഞങ്ങൾ എറണാകുളംകാർ ഇങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നല് ചിലപ്പോൾ റെഡായിരിക്കും, എന്നാലും നമ്മളൊക്കെ ആദ്യം പോകണം. അങ്ങനെ വേണ്ട. അപ്പോൾ അവരവിടെ നിൽക്കണേ, ഞാനിങ്ങോട്ട് പോകുന്നിട്ടാ. അത് നോക്കിയപ്പോൾ വണ്ടിയൊന്നും വന്നില്ല. നമുക്ക് ടൈമില്ല, വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളംകാർ. ഇപ്പോൾ മറ്റേ എറണാകുളംകാരല്ലാത്തവരെന്നെ പിടിച്ചിട്ട് കൊടയും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എറണാകുളംകാരെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം, സത്യമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില മുറിവുകളൊന്നും നമുക്ക് മാറ്റാം. അപ്പോൾ യൂണിവേഴ്സ് എന്നോട് അതാരണം വഴക്കാം. മാനിഫെസ്റ്റേഷനൊന്നും നടക്കുന്നില്ല. അപ്പോൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണമെന്ന് പറഞ്ഞേ. ചില മുറിവുകളൊക്കെ നമുക്ക് മായത്തില്ലെന്നേ. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാവേ, പക്ഷേ പറഞ്ഞു തരാവേ. ഞങ്ങൾ വാടകയ്ക്കാണേ താമസിക്കണേ. വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാനൊരു ഹിന്ദു ചെറുക്കനെയാണ് കല്യാണം കഴിച്ചത്. നല്ല ചെറുക്കനാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു മാതാവിൻ്റെ പേരുള്ള വീട്ടിലാണ്. പേര് നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. മാതാവിൻ്റെ പേരുള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അന്നേരമാണ് ഞങ്ങൾ ആധാർ കാർഡ് ശരിയാക്കാൻ വേണ്ടിയത്. അന്നേരം ആധാർ കാർഡ് ശരിയാക്കി. ആധാർ കാർഡ് ബാങ്ക്, പിന്നെ ആധാർ കാർഡ് ശരിയാക്കി കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ ഈ ആധാർ കാർഡ് അഡ്രസ്സിലായി. പിന്നെ നമ്മൾ വേറെ എന്തിനു ചെന്നാലും ആധാർ കാർഡ് അഡ്രസ്സാണ് ചോദിക്കണം. അത് മാറ്റണമായിരുന്നു, പക്ഷെ മാറ്റാൻ സാധിച്ചില്ല. എന്തോ തിരക്കാണ്. എന്താ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ എന്നാൽ ആ ഒരു മുറിവ് മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. തെറ്റുണ്ട്, നമ്മളുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അവരുടെ മാതാവിൻ്റെ പേരിലുള്ള ഇതൊന്നും എടുത്തിടാൻ പാടില്ലല്ലോ. അപ്പോൾ എന്താ പറയണേ, അങ്ങനെ അഡ്രസ്സ് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതെടുക്കണം. അക്കൗണ്ട് ബാങ്ക് ത്രൂ വഴിയാണ് നമുക്ക് സാലറി വരണം. അപ്പോൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ബാങ്ക്. അവിടെ നിന്ന് അക്കൗണ്ട് എടുത്തിട്ട് അപ്പോൾ നമ്മൾ ആധാർ കാർഡ് വെച്ചാണ് അക്കൗണ്ട് എടുക്കണം. അപ്പോൾ പാസ്ബുക്ക് വന്നത് അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞേ, വാ നീ അകത്തോട്ട് കയറി ഇരുന്നൊരു കാര്യം പറയാനുണ്ടെന്ന്. ഞാൻ ചെന്നിരുന്നു. എൻ്റെ പൊന്നോ, നിന്നെപ്പോലെ ഒരുത്തിക്കിടാനുള്ളതാണോ ഈ പേര്? ഇത് മാതാവിൻ്റെ പേരുള്ള മാതാവിൻ്റെ പേരുള്ള വീടാണ്. ആനയാണ്, ചേനയാണ്. കാരണം എൻ്റെ മനസ്സങ്ങനെ ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടാണ്. മാതാവിന് എന്താണ് കൊമ്പുണ്ടാകുന്നത് സത്യമായിട്ട്. ഞാനൊരു ക്രിസ്ത്യാനാണ്. എന്നാലും മാതാവിൻ്റെ പേര് നിനക്കിടാൻ എന്ത് അർഹതയാണ്? നിന്നെപ്പോലെ ഒരുത്തിക്കിടാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നു മാതാവേ. പക്ഷേ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് സംഭവം. എന്നിട്ട് അങ്ങനെ മാതാവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ചീത്ത പറഞ്ഞിട്ട്
ആ നിമിഷം തന്നെ പോയി ഞാൻ ഇതൊക്കെ ചെയ്തു. അത് നേരത്തെ ചെയ്താൽ മതി. ഈ മറ്റുള്ളവരുടെ വായിലിരിക്കണ കേൾക്കണം നേരത്തെ ചെയ്താൽ മതി. ഇത് നമ്മുടെ സുന്ദരിപ്പിന്നെ നടക്കണ്ടല്ലോ. അത് അവരുടെ വായിലിരിക്കണ കേൾക്കാൻ വേണ്ടി ഇരുന്നിച്ചു. എന്നിട്ട് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി. പക്ഷെ ആ നമ്മുടെ തെറ്റ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ ആ ഒരു അപ്പോൾ യൂണിവേഴ്സ് അങ്ങനെയൊക്കെ പറയണ പോലെയല്ല, നമുക്ക് ലെറ്റിഗോ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നീരനെ പോലെ ഉണ്ടല്ലോ, നീരനെ കാണിച്ചു തരാട്ടോ. ഞാൻ അടിച്ചിട്ടുണ്ടേ ഇപ്പം എന്താ പ്രാന്തണ്ടാന്ന് ഓർക്കാം പൂച്ചകൾക്ക്. വാ, അതാരോ വളർത്തുന്ന പൂച്ചയൊക്കെ. അതാണ് സംഭവം. അപ്പോൾ യൂണിവേഴ്സ് എന്നോട് ലെറ്റിഗോ ചെയ്യാൻ പറഞ്ഞിട്ടും ലെറ്റിഗോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള മുറികളൊക്കെ എങ്ങനെ മായ്ക്കാനല്ലേ. അപ്പോൾ അതാണ് സംഭവം. വേറെ ഒന്നുമില്ല പറയാം. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ എറണാകുളംകാർ ഭയങ്കര എന്താ പറയുക കള്ളാണെന്ന്. പുട്ടാണ് കഴിക്കണേന്ന് എല്ലാ ദിവസവും. ഞങ്ങൾ പുട്ടൊന്നുമല്ല കേട്ടോ കഴിക്കാൻ. ഞങ്ങൾ അപ്പം കഴിക്കാറുണ്ട്, പുട്ട് കഴിക്കാറുണ്ട്, ഇടിയപ്പം കഴിക്കാറുണ്ട്, അങ്ങനെ എല്ലാവരും കഴിക്കാറുണ്ട്. അല്ലാതെ ആൻറ്റി പറയണ പോലെ എന്നല്ല പാലക്കാടുകാരാണ് ആ പുട്ട് കഴിക്കണത്. ഞങ്ങളെല്ലാം കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഓക്കെ, ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇതാതിരുന്നത് ഒന്നല്ല, തോന്നില്ല. ശരിയെന്നാൽ ഓക്കെ, ബൈ. നാളെ കാണാം. നാളെ മറ്റന്നാളോ എപ്പോഴെങ്കിലൊക്കെ കാണാം. ജീവനുണ്ടെങ്കിൽ, സോൾ എന്നിലുണ്ടെങ്കിൽ നാളെ എപ്പോഴെങ്കിലും കാണാം. സോൾ എന്നെ വിട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഞാനെന്ന് പറയുന്ന ശരീരത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് നിങ്ങളോട് വിട പറയുക. ഓക്കെ, ബൈ.